ഹലോ ആൾ ജനുവിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 50 ദിവസം അല്ലെ ലാസ്റ്റ് 50 ഡേയ്സ് എങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകണം. ഞാനിത് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഒന്നുമല്ല ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇത്രയും കാലം നമ്മൾ ചെയ്തൊരു വീഡിയോ അല്ല, ഒരു വെറൈറ്റി വീഡിയോ ആണ്. കുറച്ച് സ്റ്റുഡൻസിൻ്റെ റിവ്യൂ, അത് ലൈവായിട്ട് ഞാൻ അവരുടെ വീഡിയോ ഒക്കെ സൈഡിൽ ആഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ പഠിക്കണം എന്നുള്ളത്. നല്ലൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു എഫേർട്ടിന് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല കണ്ടന്റ്സ് നമുക്ക് ഇനിയും ഇടാനുള്ള മോട്ടിവേഷൻ ആവും. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് കാര്യം പറയണം. സോ എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റുഡൻസിൻ്റെ റിവ്യൂ കാണാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. നീറ്റിന്റെ കമ്മ്യൂണിറ്റിയാണ്. ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പ് ഒക്കെ അതിൽ കിട്ടും. എന്ത് ചെയ്തിട്ടുണ്ട്, കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ നമ്മൾ ഇന്നത്തെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ ഒരു എന്താ പറയുക, ഒരു വീഡിയോ ആരാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 2023 ബാച്ച്, അതായത് ഞങ്ങളുടെ ബാച്ചിലെ ടോപ്പറാണ്. ഓക്കെ, നീറ്റിൽ 651 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അവൻ്റെ സ്ട്രാറ്റജീസ് എന്തായിരുന്നു. കാര്യം അവന് ശരിക്കും മഞ്ചേരിക്ക് വരുന്ന സ്റ്റുഡൻറ്റേ അല്ല, അവൻ വേറെ മെഡിക്കൽ കോളേജ്, നല്ല മെഡിക്കൽ കോളേജിൽ പോകേണ്ട സ്റ്റുഡൻ്റ് ആണ്. സോ അവൻ്റെ റിവ്യൂ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ കൂടെ ഉള്ളത് ഷാഫിയാണ്. നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മുടെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ നീറ്റിന് സ്കോർ ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണ്. 651 മാർക്ക്. കേരള റാങ്ക് എത്രയായിരുന്നു? 588 മാർക്ക്. അപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ ഏതൊക്കെ രീതിയിലായിരുന്നു നീ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ലാസ്റ്റ് ടൈമിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫോക്കസ് ചെയ്ത്. എന്ന് വെച്ചാൽ തിയറി പാർട്ട് ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചെയ്യാം. പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും ചെയ്ത് നോക്കുക. എന്നുവെച്ചാൽ ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ NCERT ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കുക. അതേപോലെ കെമിസ്ട്രി ഒക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ബയോളജി പിന്നെ സാധാ പോലെ പ്രീവിയസ് ഇയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 10 ഇയർ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ, നീറ്റ് ചാമ്പ്യൻ ഒക്കെ ഉണ്ടോ. അതെ. പിന്നെ ഈ നമ്മൾ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട്? ഓഫ്ലൈൻ ഓൺലൈൻ പറയുമ്പോൾ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. കാരണം ഓരോരുത്തർക്ക് എങ്ങനെ പഠിക്കാൻ എളുപ്പം അതനുസരിച്ചിരിക്കും. ഓൺലൈനിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായിരിക്കും എളുപ്പം, കാരണം കൂടുതൽ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതല്ല ഞാൻ ചോദിച്ചത്, ഓഫ്ലൈൻ എക്സാമിനെ കുറിച്ചാണ് ചോദിച്ചത്. വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. നീറ്റിഫൈ മെന്ററിംഗ് പ്രോഗ്രാം എന്നാണ് മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ പേര്. ഒരുപാട് പേര് ഇപ്പൊ കഴിഞ്ഞ ബാച്ചിലായാലും അതിന് മുന്നത്തെ ബാച്ചിലായാലും ഒരുപാട് പേര്, ഏകദേശം 100+ സ്റ്റുഡൻസിന് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ട്. കാര്യം അവർക്കൊക്കെ വീക്ക്ലി എക്സാം സ്കോർ, മോഡൽ എക്സാം സ്കോർ ഒക്കെ നല്ല ബൂസ്റ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഓരോ സബ്ജക്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ നമുക്ക് അവരുടെ വീക്ക്ലി എക്സാം സ്കോർ അയച്ചിട്ടും അതൊക്കെ അനലൈസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ അവരെ ബൂസ്റ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ വീക്ക്ലി ടോപ്പ് സ്റ്റോക്ക് ഉണ്ടാവും, മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാവും, മെഡിറ്റേഷൻ ലൈവുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവിൽ ആക്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഷോർട്ട് നോട്ടോ അതുപോലെ തന്നെ NCERT ഹൈലൈറ്റോ മൈൻഡ് മാപ്പോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നീറ്റിഫൈ ടോപ്പ് 10 സീരീസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട്, ഷോർട്ട് ട്രിക്ക് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ട്രിക്ക്, ഞാൻ പറഞ്ഞ പോലെ ചെറിയ എന്തെങ്കിലും ട്രിക്ക് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് നിങ്ങൾക്ക് നീറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെന്ററിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ത്രൂ ആയിരിക്കും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ജോയിൻ ചെയ്യാൻ വേണ്ടി എല്ലാ ഡീറ്റെയിൽസും താഴെ പ്രൊവൈഡ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അഫോർഡബിൾ രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനീഷ്യൽ എന്ത് ചെയ്യാൻ, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എക്സാം ഓഫ്ലൈൻ ആയിരിക്കും ബെറ്റർ. കാരണം ആ ഒരു നീറ്റ് അറ്റ്മോസ്ഫിയറിൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല OMR ഷീറ്റ് ബബിളൊക്കെ ചെയ്യുമ്പോൾ അതായിരിക്കും ഒന്നൊരു. ഞാൻ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ വർഷം നീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ക്വസ്റ്റ്യൻസ് ഉള്ള 180 മിനിറ്റ് 3 ഹവറിന്റെ എക്സാം ആയിരിക്കും. നമ്മൾ എഴുതിയ ടൈമിൽ 200 ക്വസ്റ്റ്യൻസ് നമുക്ക് 200 മിനിറ്റും അല്ല 200 മിനിറ്റ് തന്നെ അല്ലേ, 3 ഹവർ ആൻഡ് 20 മിനിറ്റ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പൊ എങ്ങനെ സ്റ്റുഡൻസിന്റെ ഈ എക്സാമിൽ എങ്ങനെയൊക്കെ അവർ മാറ്റം വരുന്നത്? കാര്യം ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പൊ അവരെ എങ്ങനെയൊക്കെയാണ് അവർ എഴുതേണ്ടത്? അവർക്ക് എന്ന് പറയുമ്പോൾ 180 ക്വസ്റ്റ്യൻസ് പുതിയത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആദ്യം നീറ്റ് 180 ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. 180 ക്വസ്റ്റ്യൻസും 3 ഹവേഴ്സും. അപ്പൊ പിന്നെയാണല്ലോ ഓപ്ഷൻസ് കൊണ്ടുവന്ന് ടൈം കൂട്ടിയത്. അപ്പം വലിയ മാറ്റങ്ങളൊന്നുമില്ല, പണ്ടേ ഇതുപോലെ തന്നെ. അതല്ല, ഈ എക്സാം ടഫ് ആവാൻ നല്ല ചാൻസ് ഉണ്ടോ ഈ വർഷം? എക്സാം ടഫ് ആവുക എന്ന് പറയുമ്പോൾ 200 ക്വസ്റ്റ്യൻ ഉള്ള സമയത്ത് നമുക്കൊരു
സെക്ഷൻ എ സെക്ഷൻ ബി ആയിരുന്നല്ലോ. എന്ന് വെച്ചാൽ സെക്ഷൻ ബിയിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് മാറ്റാം. എന്ന് വെച്ചാൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്താൽ മതി. പക്ഷേ ഈ 180 ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പം മറ്റേതിൽ നമുക്ക് കുറച്ച് അറിയാത്ത ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഒഴിവാക്കിയിടാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അഥവാ ഒരു കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഏറ്റവും ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇത്ര നിങ്ങളെ പറയാനുള്ളൂ. അടുത്ത സ്റ്റുഡന്റ് പ്രണവാണ്. അപ്പോൾ അവന്റെ ഒരു എക്സ്പീരിയൻസും ഞങ്ങൾക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. അവന്റെ ഒരു ടിപ്പ് എന്താണെന്നുള്ളത്, ലാസ്റ്റ് 50 ഡേയ്സ് പ്ലാൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. പ്രണവ്, ലാസ്റ്റ് 50 ഡേയ്സ് അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ലാസ്റ്റ് 50 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തിയറിയിൽ അധികം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ എൻട്രൻസ് പഠിക്കുകയാണെങ്കിൽ അവർ തരുന്ന ഓരോരോ മോഡൽ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ സോൾവ് ചെയ്യുക. അതൊരു വശം സോൾവ് ചെയ്തിട്ട് നമ്മൾ തന്നെ മാർക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് തെറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ട് അതേത് ചാപ്റ്ററിലാണെന്നൊക്കെ നോക്കുക. അപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഫോർമുലേൻ്റെ പ്രശ്നമാണെങ്കിൽ അതൊക്കെ ഒന്നും കൂടി ഒരു ഫോർമുല ഷീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്ക് റിവൈസ് ചെയ്യുക. പിന്നെ കെമിസ്ട്രിയിലും ആണെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ റിയാക്ഷൻസ് ഒക്കെ മറന്നു പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിവൈസ് ചെയ്യുക. ബയോളജി പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുള്ള ടൈം ഉണ്ട് ഇനി? ഞാൻ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുള്ള ടൈം ഇല്ല. സാധാരണ അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണെങ്കിൽ മാത്രം കുറച്ച് സ്ട്രെസ് ചെയ്യാന്നല്ലാതെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഫുൾ ടോപ്പിക് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്താൽ മതി. ആ ഓരോ വെയിറ്റേജ് അനുസരിച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാം. റിവൈസ് ചെയ്യണത് ഇങ്ങനെ ഫോർമുല ഷീറ്റ് റിയാക്ഷൻസ് ഒക്കെ അനുസരിച്ച്. വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ബയോളജി ഒരു ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എത്ര തവണ റീഡ് ചെയ്യേണ്ടി വരും ഈ ലാസ്റ്റ് ഒരു 1.5 മന്തിൽ? ഇനി ബയോളജി മിക്കവരും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന ടോപ്പിക്ക് നമുക്ക് വീക്കാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ, ചിലപ്പോൾ അത് മറന്നു, ആ ഒരു ടൈമിൽ മറന്നു പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പഠിക്കാത്തതായിരിക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഫുൾ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എല്ലാ ടോപ്പിക്കും ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ആവും. അപ്പോൾ തന്നെ ആ ഒരു ചാപ്റ്റർ നമുക്ക് കവറാണെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. വായിക്കേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രണവ് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടോപ്പിക് എക്സാംസ് എഴുതുക എന്നുള്ളതാണ് അവന് കൂടുതൽ പറഞ്ഞത് അല്ലേ? ഫുൾ ടോപ്പിക് എക്സാംസ് എഴുതുക, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുള്ള ടൈമില്ല, ഇനി ഫുൾ ടോപ്പിക്കാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ അത്രയും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് മാത്രം സിംഗിൾ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിക്കുക. എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമില്ല. ഓക്കെ, ഫുൾ ടോപ്പിക്കാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. എൻ്റെ സജഷനും അത് തന്നെയാണ്. ഓക്കെ, ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി ചോദിച്ചു നോക്കാം. റബീഹിൻ്റെ ആണ്. ഓക്കെ, ലാസ്റ്റ് 50 ഡേയ്സ് സ്ട്രാറ്റജി എന്തായിരുന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ റബി, ലാസ്റ്റ് 50 ഡേ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ലാസ്റ്റ് 50 ഡേയ്സിൽ മെയിനായിട്ട് നമ്മൾ ഒരു ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് റാൻഡായിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് എടുക്കുക, എന്നിട്ട് അത് ചെയ്തു കൊടുക്കാം. ഓരോ ടോപ്പിക് വൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര സമയം കിട്ടില്ല. മൊത്തത്തിൽ കുറേ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഫുൾ ടോപ്പിക് എടുത്ത് ചെയ്യുക, എന്നിട്ട് അതിന്ന് എടുത്ത് ചെയ്യുക. പിന്നെ സ്വാഭാവികമായിട്ടും മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളവർ ഉണ്ടാവും. അതായത് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്യണം എന്നുള്ളത്, അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഈ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ? അതാണ് പറഞ്ഞത്, മുന്നേ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമാണ്. പിന്നെ NCERT വായിച്ചിട്ട് NCERTയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യേണ്ട സമയമാണ്. ഞാൻ മെയിനായിട്ട് ആ സമയത്ത് NCERT ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും എല്ലാ NCERTയും നോക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി ചെയ്തിട്ടുണ്ട്. കാരണം NCERTന്ന് ഒരു ക്വസ്റ്റ്യൻ വന്ന് അത് മിസ്സായി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു നമുക്ക് തന്നെ ഒരു വല്ലാത്ത ഇതായിരിക്കും. ഓക്കെ, അപ്പൊ റബീഹ് പറഞ്ഞത്, അപ്പോ ഓരോ ആളുകൾക്കും ഓരോ സ്ട്രാറ്റജിയാണ്. റബീഹ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. അവന് ലാസ്റ്റ് ടൈമിൽ കൂടുതൽ NCERT ക്വസ്റ്റ്യൻസ്, NCERT റെഡി, NCERT ക്വസ്റ്റ്യൻ ചെയ്യുക, ഫിസിക്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി, എൻ്റെ ഒരു ഐഡിയ പറയാം. ഞാൻ ആ ടൈമിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോരോ സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണെന്നുള്ളത്? പല ആളുകളും പല രീതിയിലാണ് പഠിക്കുന്നത്. എല്ലാ രീതിയും അടിപൊളിയാണ്. എങ്ങനെ പഠിച്ചാലും അടിപൊളിയായിട്ട് പഠിച്ചാൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ NCERT ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് ടൈമിലല്ല, തുടക്കത്തിലും ചെയ്തിട്ടില്ല. എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് NCERT ക്വസ്റ്റ്യൻ ചെയ്യാൻ അത്ര ഇഷ്ടമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റുഡൻറ്റിന്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. നമുക്ക് യാസീൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ യാസീൻ്റെ 50 ഡേയ്സ് പ്ലാൻ ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ യാസീൻ, ഈ ലാസ്റ്റ് 50 ഡേയ്സിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ക്വസ്റ്റ്യൻസ് ആണോ അതോ കൂടുതൽ എന്താ പറയുക തിയറി വായിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും?
നമ്മള് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് മെയിൻ സംഭവം. പിന്നെ കൂടുതൽ എക്സാംസ് എഴുതാൻ ശ്രമിക്കുക, അതായത് ചെറിയ ഷോർട്ട് എക്സാമും യൂണിറ്റ് ടെസ്റ്റുകളും അങ്ങനെ ഒരുപാട് എക്സാം ചെയ്യുക. അതുപോലെ പിന്നെ JEE കീം പോലെയുള്ള എക്സാമുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ പിന്നെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് എക്സാം പേടിയൊക്കെ മാറിക്കിട്ടും. നല്ലൊരു മുന്നേറ്റമായിരിക്കും. അപ്പോൾ യാസീൻ പറഞ്ഞത് കൂടുതൽ എക്സാമുകൾ എഴുതുക, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കൂടുതൽ എക്സാമുകൾ എഴുതുക. ഈ എക്സാമിൽ അവനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് JEE ആൻഡ് കീം, അത് JEE മെയിൻസ് ആയിരിക്കും, കീമിന്റെ പേപ്പേഴ്സ് നിങ്ങൾക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നല്ല തന്നെ ആയിരിക്കും. കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത്. പിന്നെ എന്താ പറയാ, തന്നെ കിട്ടുന്ന എല്ലാ എക്സാംസും എഴുതുക, യൂണിറ്റ് വൈസും അതുപോലെ തന്നെ പാർട്ട് വൈസും മോഡൽ എക്സാംസുകളൊക്കെ കിട്ടുന്ന എല്ലാ എക്സാംസുകളും എഴുതുക എന്നുള്ളതാണ് പറഞ്ഞത്. കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. എക്സാം ആരും സ്കിപ്പ് ചെയ്യരുത്, അതാണ് നിങ്ങൾ ഇതുവഴി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരെല്ലാം തന്നെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഫോളോ ചെയ്യാം. ഓക്കെ, നമുക്ക് നാഫിയുടെ ഒരു 50 days പ്ലാനും ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അവന് വയനാടാണ് അവന്റെ വീട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ, അവസാനത്തെ 2-3 മാസം അധികവും നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. അതായത് ബ്രില്യൻറ്റിൻ്റെ ഒരു ആപ്പിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ടെസ്റ്റ് സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അതായിരുന്നു ചെയ്തത്. അപ്പോൾ ടെസ്റ്റ് സീരീസ് എഴുതി ടെസ്റ്റ് സീരീസ്, അപ്പോൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ള ടെസ്റ്റ് സീരീസ് പോലെയല്ല. അതായത് മുമ്പ് കുറേ എക്സാം ഒക്കെ നടത്തിയിരുന്നല്ലോ. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാം, അതിൽ നമുക്ക് മാർക്കൊക്കെ കുറഞ്ഞിരിക്കാം. പക്ഷേ അവസാനത്തെ ഈ 3 മാസത്തിലുള്ള ടെസ്റ്റ് സീരീസ് ആയിരിക്കും നമ്മളെ വിലയിരുത്തുന്നത്. അതായത് അതിൽ നമ്മൾ നല്ലോണം ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് ഒരുപാട്. അപ്പോൾ ഇതിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി വീക്കിലി എക്സാം ഒക്കെ എഴുതുമല്ലോ, അപ്പോൾ അതിലൊക്കെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എക്സാമിൽ നല്ല മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഇവന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞത്. ശരിയായിരിക്കും. കാര്യം വീക്കിലി എക്സാമിനൊക്കെ മാർക്ക് കുറവായിരിക്കും. നോർമലി ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ലാസ്റ്റ് 3 months, ലാസ്റ്റ് 2 months, ലാസ്റ്റ് 2.5 months, ലാസ്റ്റ് 50 days ഒക്കെ ആയപ്പോൾ കൂടുതൽ എക്സാമിൽ ഫോക്കസ് ചെയ്തു, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ആയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് എഴുതുക എന്നുള്ളത് തന്നെയാണ്. ടൈം വെച്ചിട്ട് തന്നെ എക്സാം എഴുതാൻ നോക്കുക. അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റും റെഡി ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് അൻസാഫിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അവന്റെ നീറ്റ് സ്കോർ എന്ന് പറഞ്ഞത് 2023 634 സംതിങ് 34 37 ആണ്, കറക്റ്റായിട്ട് അറിയില്ല. ഏതായാലും അവനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് 50 days ഞാൻ മെയിൻലി ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് തിയറി ക്ലാസ്സുകൾ കേൾക്കുക, അങ്ങനത്തെ തിയറി നോട്ട്സ് വായിക്കാനൊന്നും ചെയ്തിട്ടില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം ഒരു ദിവസമൊക്കെ മാക്സിമം ഒരു 3 എക്സാമെങ്കിലും എഴുതാൻ നോക്കും. ഇപ്പം നമ്മളെ ആപ്സിലൊക്കെ ഒരുപാട് എക്സാംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ദിവസം 3 എക്സാം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ ഒരു 2 ദിവസത്തിൽ ഒരു എക്സാം എഴുതിയാൽ മതി. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? ഒരു ദിവസം, അതായത് ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല എന്നൊന്നുമല്ല, നമുക്ക് വിചാരിച്ചാൽ നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ചെയ്യണം. അതും ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ, വേറെ പഠിക്കാനും സമയം ടൈം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്നാലും മാക്സിമം അങ്ങനെ ചെയ്യാനായിരുന്നു നല്ലത്. ബയോളജി ഒക്കെ എങ്ങനെയാ റീഡ് ചെയ്യുന്ന? ബയോളജിക്ക് ഏതൊക്കെ ഗ്യാപ്പിൽ റീഡ് ചെയ്യണം? ബയോളജി എങ്ങനെ വെച്ചാൽ ഞാൻ ഇതിന്റെ സമയത്ത് ഈ ഒരു 3 എക്സാം എഴുതുന്ന സമയത്ത് കൂടി ഞാൻ ബയോളജി വായിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ ബയോളജി വായിക്കാൻ നോക്കും, പിന്നെ രാവിലെ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യും, അതിന്റെ അനാലിസിസ് ചെയ്യും, പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യും, അതിന്റെ അനാലിസിസ് ചെയ്യും, നൈറ്റിൽ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യും. ഈ എക്സാംസ് ഒക്കെ ആപ്പ് ത്രൂ ആയിരിക്കും? ആപ്പ് ത്രൂ ചെയ്യും. അത് വേറെ പെൻ പേപ്പർ OMR മെത്തേഡ് വഴി? പെൻ പേപ്പർ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എക്സാം ഉണ്ടല്ലോ, അത് പെൻ പേപ്പർ വഴി ചെയ്യും. ഇത് തന്നെ ഞാൻ ഈ OMR ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ഓൺലൈൻ ആണെങ്കിൽ കൂടി OMR ഷീറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മാക്സിമം എക്സാം എഴുതാൻ നോക്കിയാൽ തന്നെ മതി. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ നീറ്റിന് പോകുന്ന സമയത്ത് നമ്മൾ കണ്ട് ഫെമിലറൈസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളതാണ് ഇന്നുള്ള ടൈമിൽ ചെയ്യേണ്ടത്. കാരണം തിയറി അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നമാണ് നമുക്കിങ്ങനെ ഇല്ല എന്ന് തോന്നല്. അത് അത്ര മെയിൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു എക്സാം എഴുതുന്നതിന്റെ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ ഷോർട്ട് നോട്ട്സ് വായിക്കുക, പിന്നെ NCERT ബയോളജി രാവിലെ വായിക്കാൻ നോക്കുക, ഇൻഓർഗാനിക് ഒക്കെ രാവിലെ ഒന്ന് വായിക്കാൻ നോക്കുക. ലാസ്റ്റ് ടൈമിൽ അവന് ഡെയിലി 3 എക്സാം എഴുതുന്നുള്ളതാണ്. ലാസ്റ്റ് 1 മന്തിലായിരിക്കും ഫുൾ ടോപ്പിക് എക്സാംസ്. അപ്പോൾ ഡെയിലി 3 എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, എന്നെ കൊണ്ട് തീരില്ല. ഒരിക്കലും ഡെയിലി 3 എക്സാം എഴുതാൻ കഴിയില്ല. കാര്യം അനാലിസിസും ചെയ്യണം. പിന്നെ ഡെയിലി 3 എക്സാം എഴുതുന്നത് ഏറ്റവും നല്ലതാണ്. കാര്യം കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും റീകളക്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഡെയിലി 3 എക്സാം എഴുതി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റീഡ് ചെയ്യാൻ, ബയോളജി റീഡ് ചെയ്യാൻ, റിവൈസ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല.
അപ്പോൾ എൻ്റെ ഒരു സജഷൻ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ഇപ്പോൾ ഒരുപാട് പേരുടെ റിവ്യൂ, ഒരുപാട് പേരുടെ സജഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ എക്സാം ഡെയിലി നിങ്ങൾ എഴുതാൻ നോക്കുക. അല്ലാത്തൊരു പറ്റാത്തൊരു 2 ഡെയിലി ഒരു എക്സാം ആയാലും നോക്കുക ഒക്കെ സ്വന്തമായിട്ട്. എന്നിട്ട് അതാണ് അനലൈസ് ചെയ്യുക. ബാക്കിയുള്ള ടൈം കൂടുതൽ എന്താ പറയുക, ബയോളജി റീഡ് ചെയ്യുക, ഇനോർഗാനിക് കെമിസ്ട്രി റീഡ് ചെയ്യുക. അതൊക്കെ ആയിരിക്കും മാക്സിമം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് എഡിറ്റിംഗ് എല്ലാം ആയിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എഫേർട്ട് ഉണ്ട് ഓരോ വീഡിയോൻ്റെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വാട്സപ്പ് ചാനലിൽ, എന്താ പറയുക ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഷോർട്ട് നോട്ട് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓരോ ഷോർട്ട് MBBS വീഡിയോസ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് 50 ഡേയ്സ് സ്ട്രാറ്റജി ഒരുപാട് പേരുടെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറഞ്ഞ മെത്തേഡ് വഴിയൊക്കെ നിങ്ങൾ മാക്സിമം മുന്നോട്ട് പോകാൻ നോക്കുക. കാര്യം ഇവരൊക്കെ നീറ്റ് ക്രാക്ക് ചെയ്തവരാണ്. അപ്പോൾ ഇവർക്ക് അറിയാം എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ടോപ്പേഴ്സ് പറയുന്നത് കേട്ടിട്ട് ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. പിന്നെ ഉഷാറായിട്ട് പഠിക്കുക. കാര്യം നല്ലൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ഈ ലാസ്റ്റ് ഒരു 1.5 മന്ത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാസ്റ്റ് 50 ഡേയ്സ് ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൊടിയായിട്ട് എടുക്കാൻ പറ്റും, റിവിഷൻ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈ കൂടുതൽ എക്സാംസ് നിങ്ങൾ എഴുതണം. അവർ പറഞ്ഞ പോലെ തന്നെ എക്സാംസ് എഴുതുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡിയാവും. പിന്നെ ആരും 100% പ്രിപ്പയർ ചെയ്തിട്ടല്ല നീറ്റിന് പോകുന്നത്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവരും എന്താ പറയുക, അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, 2025 നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ജൂനിയറൊക്കെ ആയിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാൻ നോക്കുക. അപ്പോൾ എന്താ പറയുക, ഉഷാറായിട്ട് പഠിക്കുക. സോ ജൂനിയറൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മീറ്റ് ചെയ്യാം. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.